ആരായിരിക്കും തിരുവനന്തപുരത്തെ പുതിയ മേയർ? അത് മുൻ ഡി ജി പി ആർ ശ്രീലേഖ ആയിരിക്കുമോ, അതോ വി വി രാജേഷ് ആയിരിക്കുമോ? ഇനി അഥവാ ഇവർ രണ്ടുപേരും ആയില്ലെങ്കിൽ മറ്റു ചില പേരുകളും ഉയർന്നു വന്നിരുന്നു. എം ആർ ഗോപന്റെ പേര് വന്നിരുന്നു, അതേപോലെ കരമന അജിത്തിന്റെ പേര് വന്നിരുന്നു. ഇവരൊക്കെ തന്നെ വളരെ മുതിർന്ന കൗൺസിലർമാരാണ്. വി ജി ഗിരിയുടെ BJP ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്നു, അദ്ദേഹത്തിന്റെ പേര് വന്നിരുന്നു. അങ്ങനെ നിരവധി പേരുകൾ തിരുവനന്തപുരത്തെ മേയർ സ്ഥാനത്തേക്ക് വന്നിരുന്നു. തിരുവനന്തപുരം മേയർ എന്ന് പറയുന്നത് ഇന്ത്യ മുഴുവൻ ഇന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ആരായിരിക്കും തിരുവനന്തപുരത്തെ മേയർ? BJP കേന്ദ്രങ്ങൾ പറയുന്നത് തിരുവനന്തപുരത്തെ മേയറെ നിശ്ചയിക്കുന്നത് കേരളത്തിൽ നിന്നല്ല, ഡൽഹിയിൽ നിന്നാണ്. അത്രമാത്രം പ്രാധാന്യം തിരുവനന്തപുരത്തെ മേയർക്ക് വന്നിരിക്കുന്നു. കാരണം കേരളത്തിൽ ആദ്യമായി BJP ഒരു മേയർ പദവിയിലേക്ക് എത്തുകയാണ്. ഇപ്പൊ കേരളത്തിലെ ബൈപോളാർ പൊളിറ്റിക്സിൽ ഒരു മാറ്റിക്കൊണ്ട് ഒരു മൂന്നാം ശക്തിയായിട്ട് BJP വളർന്നു വരുന്ന സമയത്ത് അതിനെ മറ്റ് സംസ്ഥാനങ്ങളും കേന്ദ്ര BJP നേതൃത്വമൊക്കെ വളരെ കൗതുകത്തോടു കൂടി അല്ലെങ്കിൽ വളരെ താല്പര്യത്തോടു കൂടിയാണ് വീക്ഷിക്കുന്നത്. കേരളത്തിലൊരു രാഷ്ട്രീയ മാറ്റത്തിന്റെ തുടക്കമായിട്ടാണ് തിരുവനന്തപുരത്തെ മേയർ ആ ഒരു മേയർ തെരഞ്ഞെടുപ്പിനെ ആളുകൾ കണ്ടത്. BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടി. 101 അംഗ കൗൺസിലിൽ 100 വാർഡിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് നടന്നത്. അതിൽ 50 കൗൺസിലർമാർ BJPയുടേതാണ്, 2 സ്വതന്ത്രന്മാർ, ഒരാൾ പൂർണ്ണമായിട്ടും BJPയുടെ കൂടെ നിന്നിരിക്കുന്നു. അങ്ങനെ 100-ൽ 51. ഇനി വിഴിഞ്ഞത്തെ ഉപതെരഞ്ഞെടുപ്പ് നടന്ന് അതിൽ BJP തോറ്റാലും ജയിച്ചാലും BJPയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല. കാരണം ക്ലിയർ മെജോറിറ്റി BJP കിട്ടിയിരിക്കുന്നു. ഇനി ആര് മേയറാകും എന്നുള്ളതാണ് ഏറ്റവും ഒരു $1 മില്യൺ ക്വസ്റ്റ്യൻ എന്ന് വരെ പറയാവുന്ന അത്രയും പ്രാധാന്യമുള്ള ഒരു ചോദ്യമാണ്. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരം അനുസരിച്ച് വി വി രാജേഷ്, BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് വി വി രാജേഷ് തന്നെ മേയറാകും എന്ന സൂചനയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അദ്ദേഹം കൊടുങ്ങാനൂർ വാർഡിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. കഴിഞ്ഞ കോർപ്പറേഷനിൽ അദ്ദേഹം പൂജപ്പുര വാർഡിനെയാണ് പ്രതിനിധീകരിച്ചിരുന്നത്. എന്തുകൊണ്ടാണ് വി വി രാജേഷിനെ മേയറാക്കുന്നത്? വി വി രാജേഷിനെ മേയറാക്കുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തന പരിചയം തന്നെയാണ്. അതിന് മുൻഗണന കൊടുക്കണം എന്നാണ് RSS ഉൾപ്പെടെയുള്ളവർ നൽകിയ സൂചന എന്നാണ് അറിയുന്നത്. BJP നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ സന്നിഗ്ധമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. ആരെ മേയറാക്കണം? രണ്ട് പേർക്കും കാര്യമായ പോസിറ്റീവുകൾ ഉണ്ടായിരുന്നു. അതായത്, ഒന്ന്, വി വി രാജേഷ് പരിചയസമ്പന്നനായ രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹം BJP ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു, നേരത്തെ സംസ്ഥാന ഭാരവാഹിയായിരുന്നു, അതിനു മുമ്പ് യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു. നിരവധി സമരങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്തു. സംഘടനയുടെ അടിത്തട്ട് വരെ നല്ല ബന്ധമുള്ള ഒരു പ്രവർത്തകനാണ്. വിദ്യാർത്ഥി പരിഷത്തിലൂടെയാണ് അദ്ദേഹം പൊതുരംഗത്തേക്ക് വന്നത്. അദ്ദേഹം കോർപ്പറേഷൻ കൗൺസിലായിരുന്നു. കഴിഞ്ഞ കോർപ്പറേഷൻ കൗൺസിൽ ഭരണകക്ഷിക്കെതിരായിട്ട് അതിശക്തമായ പ്രക്ഷോഭത്തിന്, അഴിമതിക്കെതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്തത്. കാരണം ഒരേ സമയത്ത് തന്നെ അദ്ദേഹം കൗൺസിലറുമായിരുന്നു, അതേ സമയത്ത് തന്നെ BJP ജില്ലാ പ്രസിഡന്റുമായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന സമരങ്ങൾക്ക്, വ്യാപകമായ പ്രചരണങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നത് വി വി രാജേഷ് ആയിരുന്നു. അപ്പൊ അങ്ങനെ ഒരാളെ നേതൃസ്ഥാനത്ത് കൊണ്ടുവരാതിരിക്കുന്നത് അതൊരു തെറ്റായ സൂചന നൽകുമെന്നുള്ള ഒരു സന്ദേശമായിരുന്നു. പൊതുവെ BJP സംസ്ഥാന നേതൃത്വത്തിലൊക്കെ പുതിയ കുറെ ആളുകളാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ള ആരോപണം നിലനിൽക്കുന്നുണ്ട്. പഴയ പലരും മാറി നിൽക്കുകയോ അല്ലെങ്കിൽ അവര് വേണ്ടത്ര പ്രാധാന്യം കിട്ടുകയോ ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ പരിചയസമ്പന്നനായ ഒരു യുവ രാഷ്ട്രീയ നേതാവിനെ ഒഴിവാക്കിക്കൊണ്ട് ഒരു ഉദ്യോഗസ്ഥക്ക്, ഒരു ബ്യൂറോക്രാറ്റിന് അവരുടെ സർവീസിന് ശേഷം മാത്രം പാർട്ടിയിലേക്ക് വന്ന, അതും സർവീസ് കഴിഞ്ഞിട്ടും കുറെ വർഷം മാറുന്നതിന് ശേഷം പാർട്ടിയിലേക്ക് വന്ന ഒരാളെ പെട്ടെന്ന് തന്നെ മേയർ പദവി ഏൽപ്പിക്കുന്നത് ശരിയായിരിക്കില്ല എന്നൊരു വാദമാണ് ഉയർത്തുന്നത്. അതുപോലെ തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രമകരമായ ഒരു ജോലിയാണ് തിരുവനന്തപുരം മേയർ എന്നുള്ളത്, അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ ഭരണം. കാരണം BJPക്ക് അത് തെളിയിച്ച് കാണിച്ചു കൊടുക്കണം. BJPയുടെ പൊളിറ്റിക്കലായിട്ട് BJP അനുകൂലിക്കാത്ത പലരും BJPക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. ഈവൻ ശ്രീലേഖ മേയറാവും എന്ന് കരുതി വോട്ട് ചെയ്ത ആളുകളും ഉണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ പ്രതീക്ഷകൾ, അവരുടെയൊക്കെ താല്പര്യങ്ങളെ, അവരുടെയൊക്കെ പ്രതീക്ഷകളെ സഫലീകരിക്കാൻ പാർട്ടി നേതൃത്വത്തിന് കഴിയണം. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ BJPയെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ്, കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ്. അത് കോർപ്പറേഷൻ ഭരണത്തിന്റെ പരിധിക്ക് പുറത്തു നിന്നുള്ള പ്രവർത്തനങ്ങൾ കൂടി ആവശ്യമാണ് എന്നുള്ളതാണ്. കാരണം ഒരു കോർപ്പറേഷന്റെ അധികാര പരിധിക്ക് പുറത്തുള്ള ഒരുപാട് കാര്യങ്ങൾ കൂടി ചെയ്താലേ, അത് കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടു കൂടി, അത് കോർപ്പറേഷൻ അല്ല ചെയ്യുന്നതെങ്കിൽ പോലും കോർപ്പറേഷൻ ഭരണം കൈയാളുന്ന പാർട്ടി എന്ന നിലയിൽ കേന്ദ്ര ഗവൺമെന്റിനെയും വിവിധ ഏജൻസികളെയൊക്കെ സ്വാധീനിച്ചുകൊണ്ട് പല പരിപാടികളും തിരുവനന്തപുരത്ത് നടത്തേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരു
റാപ്പോ ബിൽഡ് ചെയ്യാൻ പറ്റിയ ഒരാളായിരിക്കണം. ശ്രമകരമായ ദൗത്യമാണിത്. പലതവണ ഡൽഹിയിൽ പോവേണ്ടി വരും, ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിക്കേണ്ടി വരും, രാഷ്ട്രീയ നേതൃത്വമായിട്ട് സംസാരിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ളൊരു വളരെ ഒരു ടാർഗറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ളൊരു വർക്ക് ചെയ്യേണ്ട ഒരു സ്ഥിതിയാണ് തിരുവനന്തപുരത്തുള്ളത്. അതേപോലെ തന്നെ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് CPM ഭരിച്ചുകൊണ്ടിരുന്ന ഒരു സംവിധാനമാണ്. കേരളത്തിലെ സർക്കാർ CPMൻ്റെതാണ്. നാളെ സംസ്ഥാന സർക്കാർ ആരുടേതാകുമെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു സ്ഥിതിവിശേഷത്തിൽ പ്രത്യേകിച്ച് ലെഫ്റ്റ് ആയിട്ടുള്ള ആളുകളാണ് മൊത്തം കോർപ്പറേഷനകത്തുള്ളത്. എല്ലാ ജീവനക്കാരും ഇടതുപക്ഷ യൂണിയന്റെ ആളുകളാണ്, അല്ലാത്തവരെ വളരെ നാമമാത്രമായിട്ടേ ഉള്ളൂ. അപ്പൊ ഭരണ സംവിധാനം മുഴുവൻ CPMന്റെ കയ്യിൽ കിടക്കുന്ന സമയത്ത് വളരെ രാഷ്ട്രീയമായ പക്വതയുള്ള ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന നയപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരാൾ തന്നെ വേണം എന്നുള്ളൊരു നിലപാടാണ് VV രാജേഷിലേക്ക് എത്തിയത്. അതേ സമയത്ത് തന്നെ ശ്രീലേഖയ്ക്കും അനുകൂലമായ ഒരുപാട് ഘടകങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ശ്രീലേഖയെ അനുകൂലിക്കുന്ന കാരണം തിരുവനന്തപുരം ഉദ്യോഗസ്ഥന്മാരും അതേപോലെയുള്ള ആളുകളൊക്കെ നിരവധിയുള്ള റിട്ടയർഡ് ചെയ്ത ആളുകളും ഒക്കെയുള്ള ഒരു സ്ഥലമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു IAS ഓഫീസർ, ഒരു IPS ഓഫീസർ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുക, അതും ഉന്നതയായ IPS ഓഫീസർ, കേരളത്തിന്റെ DGP റാങ്കിൽ വർക്ക് ചെയ്തിരുന്നൊരു IPS ഓഫീസർ ഒരു കോർപ്പറേഷന്റെ നേതൃസ്ഥാനത്തേക്ക് വരുന്നത് വളരെയധികം അഭിലഷണീയമായ കാര്യമായിട്ടാണ് അവർ കരുതിയത്. പലരും ശ്രീലേഖയ്ക്ക് ആയതുകൊണ്ട് വോട്ട് ചെയ്ത ആളുകളുണ്ട്, അല്ലെങ്കിൽ ശ്രീലേഖ മേയർ ആകും എന്ന് ധരിച്ചിട്ട് വോട്ട് ചെയ്ത ആളുകളുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ രാഷ്ട്രീയമായ ഒരു പാടവമില്ലായ്മയും അതുപോലെ തന്നെ പാർട്ടിയിൽ പ്രവർത്തിച്ചുള്ള അനുഭവക്കുറവൊക്കെ ശ്രീലേഖയ്ക്ക് ഒരു വിഘാതമായിരുന്നു. പക്ഷെ അവർക്ക് തടസ്സമായി നിന്നത് തിരുവനന്തപുരത്തെ ഡെപ്യൂട്ടി മേയർ പദവി സ്ത്രീ സംവരണം ആണ് എന്നുള്ളത് കൊണ്ടാണ്. ഒരുപക്ഷെ വനിതാ മേയർ ആയിരുന്നെങ്കിൽ ശ്രീലേഖ മേയറാവുകയും VV രാജേഷ് ഡെപ്യൂട്ടി മേയറാവുകയും മേയറെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ട പല കാര്യങ്ങളും, സംഘടനാപരമായിട്ട് ചെയ്യേണ്ട പല കാര്യങ്ങളും, അതേപോലെ തന്നെ മറ്റ് സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകളായിട്ട് ഇടപെട്ട് ചെയ്യേണ്ട കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ, പാർട്ടിയുമായിട്ട് ഇടപെട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൂടുതൽ VV രാജേഷിന് ചെയ്യാമായിരുന്നു. തിരുവനന്തപുരത്ത് മുഖം എന്ന നിലയ്ക്ക് ശ്രീലേഖയ്ക്ക് നിൽക്കാമായിരുന്നു. പക്ഷേ ഇപ്പോൾ സ്ഥിതിഗതികൾ മാറിയിരിക്കുന്നു. ഇവിടെ ഡെപ്യൂട്ടി മേയർ പദവി സ്ത്രീ സംവരണമാണ്. അപ്പൊ രണ്ട് പദവിയും സ്ത്രീ സംവരണമാകുന്നതിന് അത് പ്രായോഗികമാവില്ല എന്നാണ് RSS പോലെയുള്ള സംഘടനകളും അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ മേയർ ആവാൻ കൂടുതൽ യോഗ്യത VV രാജേഷിനാണ്. പക്ഷേ VV രാജേഷിനെ സംബന്ധിച്ചിടത്തോളം മറ്റു പല സ്ഥാനാർത്ഥികളുടെയും പേരും ചില കേന്ദ്രങ്ങളിലൊക്കെ പ്രചരിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കരമനയിലെ കൗൺസിലർ കരമന അജിത്ത്, അതേപോലെ തന്നെ MR ഗോപൻ, നേമത്തു നിന്നുള്ള കൗൺസിലർ MR ഗോപൻ, അതേപോലെ തന്നെ VG ഗിരികുമാർ. അപ്പൊ ഇവരുടെയൊക്കെ പേരിങ്ങനെ ഉയർന്നു വന്നിട്ടുണ്ട്. ഇവരൊക്കെ തന്നെ പാർട്ടിയിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ആളുകളും പലതവണ കൗൺസിൽ അംഗങ്ങളായ ആളുകളുമാണ്. അപ്പൊ അവരെ ഒറ്റയടിക്ക് അവരെ തള്ളാൻ പറ്റില്ല. പക്ഷെ അവരെക്കാൾ കൂടുതൽ കേമൻ VV രാജേഷാണ്. നേതൃത്വപരമായ പങ്ക് വഹിച്ചത് VV രാജേഷാണ് എന്നുള്ളത് കൊണ്ടാണ് VV രാജേഷിന്റെ പേര് വന്നത്. തിരുവനന്തപുരത്ത് ഒരു മാതൃക നഗരമാക്കി മാറ്റി കേരളത്തിലെ മറ്റു നഗരസഭകൾക്ക് മാതൃകയാവുന്ന രീതിയിൽ കാര്യമായിട്ട് പ്രവർത്തിക്കാൻ, അതിന് ഏകോപനം നടത്താൻ VV രാജേഷിന് കഴിയും എന്നുള്ളത് കൊണ്ടാണ് VV രാജേഷിനെ മേയറാക്കാൻ തീരുമാനിച്ചത് എന്നാണ് അറിയുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായ പ്രഖ്യാപനം ഇതുവരെ വന്നിട്ടില്ല. 99% VV രാജേഷ് തന്നെയായിരിക്കും തിരുവനന്തപുരത്തെ മേയർ. അവസാന നിമിഷം എന്തെങ്കിലും അട്ടിമറി സംഭവിച്ചിട്ടില്ലെങ്കിൽ BJP സംസ്ഥാന സെക്രട്ടറി VV രാജേഷ് തന്നെയായിരിക്കും തിരുവനന്തപുരത്തിന്റെ ആദ്യത്തെ BJP മേയറാവുക.